നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോമിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന കമാൻഡർ അമീൻ പവർ ജോദ്ഖിയെയും ഇറാന്റെ ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോർപ്സ് കമാൻഡറായ സയ്യിദ് ഇസാദിയെയും വധിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനിയൻ കമാൻഡർ സയ്യിദ് ഇസാദിയാണെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു. ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോറിന്റെ കമാൻഡറും ഇറാനിയൻ ഭരണകൂടത്തെയും ഹമാസിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരിൽ ഒരാളുമായിരുന്നു ഇസാദി. IRGCയിലെ മുതിർന്ന കമാൻഡർമാരും ഇറാനിയൻ ഭരണകൂടവും ഹമാസിലെ പ്രധാന നേതാക്കളുമായി സൈനിക ഏകോപനം നടത്തുന്നതിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ ക്വാമിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. റവല്യൂഷണറി ഗാർഡിലെ 2ാമത്തെ ഡ്രോൺ ബ്രിഗേഡിന്റെ ഉത്തരവാദിത്തം അമീൻ പവർ ജോദ്ഖിക്കായിരുന്നു. ജൂൺ 13-ന് ഇസ്രായേൽ നടത്തിയ ആദ്യ ആക്രമണത്തിൽ ഈ യൂണിറ്റിലെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ജോദ്ഖിയായിരുന്നു ചുമതല എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാന്റെ ഡ്രോണുകൾ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരിടുന്നത്. ഇസാദിക്കു പുറമെ വേറെയും IRGC സൈനികരെ കൂടി വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേൽ ഇറാൻ യുദ്ധം 2ാം വാരത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇറാന്റെ ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോർപ്സിന്റെ കമാൻഡറായ സയ്യിദ് ഇസാദി ഖുമിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പാർട്ട്മെന്റിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് അറിയിച്ചത്. ടെഹ്റാനിൽ നിന്ന് 140 കിലോമീറ്റർ തെക്കാണ് ഖും നഗരം. ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയ്ക്ക് ഹമാസിന് ധനസഹായവും ആയുധവും നൽകിയത് പലസ്തീൻ കോർപ്സ് ആണെന്നും കാറ്റ്സ് പറയുന്നു. ഒക്ടോബർ 7-ന് നടത്തിയ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി ഇസാദി ഹമാസിന് ധനസഹായം നൽകിയിരുന്നുവെന്നും ആയുധം നൽകിയിരുന്നുവെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. ഇസാദിയുടെ മരണം ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വലിയ നേട്ടമാണെന്നും കൊല്ലപ്പെട്ട സാധാരണക്കാർക്കും ബന്ദികൾക്കുമുള്ള നീതിയാണെന്നും അദ്ദേഹം പറയുന്നു. തങ്ങളുടെ ആക്രമണങ്ങൾ ടെഹ്റാന്റെ ആണവായുധ ശേഷി വികസിപ്പിക്കാനുള്ള സാധ്യത 2-3 വർഷത്തേക്ക് വൈകിപ്പിച്ചതായി ഇസ്രായേലി വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. ഇറാനെതിരെ ഒരു ദീർഘകാല സൈനിക നടപടിയിൽ രാജ്യം ഏർപ്പെട്ടേക്കാമെന്ന് ഇസ്രായേലി സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലി സൈനികരുടെ കണക്കനുസരിച്ച് ഖുദ്സ് ഫോഴ്സിലെ പലസ്തീൻ കോറിന്റെ കമാൻഡറായിരുന്നു ഇസാദി. ഇറാനിയൻ ഭരണകൂടവും ഹമാസും തമ്മിലുള്ള പ്രധാന ഏകോപന കണ്ണിയും 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണത്തെ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഗാസയിൽ ഇതിനകം 54,000-ലധികം പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായാണ് ആരോപണം. IRGCയിലെ മുതിർന്ന കമാൻഡർമാരും ഇറാനിയൻ ഭരണകൂടവും ഹമാസിലെ പ്രധാന നേതാക്കളുമായി സൈനിക ഏകോപനം നടത്തുന്നതിന്റെ ചുമതല ഇസാദിക്കായിരുന്നു. ഇസ്രായേലിനെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഇറാനിൽ നിന്ന് ഹമാസിലേക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തവും അദ്ദേഹത്തിനായിരുന്നു എന്നും ഇസ്രായേൽ ആരോപിച്ചു. ലെബനനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹമാസ് സേനയെ നയിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇസാദിക്കായിരുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗം പുനർനിർമ്മിക്കുന്നതിനും ഗാസയിലെ നിയന്ത്രണാധികാരം ഹമാസിന് നിലനിർത്തുന്നതിനും വേണ്ടിയായിരുന്നു ഇസാദിന്റെ ശ്രമങ്ങൾ. പുതുതായി ചുമതലയേറ്റ ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷദ്മാനിയെയും കൊലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ ഇപ്പോൾ അറിയിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിലെ ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ ഖോലം അലി റാഷിദാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെ അലി ഷദ്മാനിയായിരുന്നു ചുമതലയിൽ വന്നത്. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറും ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത സൈനിക ഉപദേഷ്ടാവുമാണ് അലി ഷദ്മാനി. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവിയായും ഷദ്മാനി പ്രവർത്തിച്ചിരുന്നു. അലി ഷദ്മാനിയാണ് ഇറാന്റെ ആക്രമണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നതെന്നും യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് എന്നും IDF അവകാശപ്പെട്ടു. ഇറാൻ അകത്ത് നടത്തിയ ചാരപ്രവർത്തനത്തിലൂടെയാണ് സൈനിക നേതാക്കളെ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ വിശ്വസ്തരായ നിരവധി സൈനിക മേധാവികളാണ് കൊല്ലപ്പെട്ടത്. ഖമേനിയുടെ പ്രധാന സൈനിക സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഖമേനിയുടെ ആന്തരിക വലയത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും തന്ത്രപരമായ പിഴവുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പൊതുവെയുള്ള അനുമാനം. ഇറാന്റെ ഉന്നത സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിലെ ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളായിരുന്നു കമാൻഡർ ഹൊസൈൻ സലാമി, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ എയ്റോസ്പേസ് മേധാവി അമീർ അലി ഹാജിസാദെ,
രഹസ്യാന്വേഷണ തലവൻ മുഹമ്മദ് ഖസമി എന്നിവരുൾപ്പെടെ നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരാണ് 5 ദിവസത്തിനിടെ ഇപ്പോൾ കൊല്ലപ്പെട്ടത്. സ്ഥാനമേറ്റെടുത്ത് 4 ദിവസം പിന്നീട് മുമ്പേ ഇറാൻ മിലിറ്ററി എമർജൻസി കമാൻഡിന്റെ മേധാവിയായ മേജർ ജനറൽ അലി ഷാദമാനിയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇതാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ പാലസ്തീൻ വിഭാഗം മേധാവി സയ്യിദ് ഇസാദിയും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. സൈനിക കമാൻഡർമാരും മതപുരോഹിതരും രാഷ്ട്രീയ നേതാക്കളും അടങ്ങിയ 20ഓളം വരുന്ന ഖമേനിയുടെ വിശ്വസ്ത ഉപദേഷ്ടാക്കളിൽ പ്രധാനികളാണ് ഈ കൊല്ലപ്പെട്ടവർ. ഇറാനിലെ ഭരണ സംവിധാനം അനുസരിച്ച് പരമോന്നത നേതാവിന് സായുധ സേനയുടെ പരമാധികാരമുണ്ട്. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവുമുണ്ട്. കൂടാതെ സൈനിക മേധാവികളെയും ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളെ നിയമിക്കാനും പിരിച്ചുവിടാനും അദ്ദേഹത്തിന് കഴിയും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഖമേനി എടുക്കുമെങ്കിലും വിശ്വസ്തരുടെ അഭിപ്രായങ്ങൾ തേടുക പതിവാണ്. ഇതിനിടെ US-ഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലാണെന്ന് എർദോഗാൻ പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US സൈനിക ഇടപെടലിനെ വിലയിരുത്തുകയും പ്രധാന യൂറോപ്യൻ മന്ത്രിമാർ ജനീവയിൽ ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ നടത്തിയ ചർച്ച 4 മണിക്കൂറിന് ശേഷം ഒരു വഴിത്തിരിവിന്റെ സൂചനയും നൽകാതെയാണ് അവസാനിച്ചത്. നയതന്ത്രത്തിന് ഒരവസരം നൽകുന്നതിനായി ഇറാനെതിരായ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് 2 ആഴ്ച വരെ നീട്ടിവെക്കുമെന്ന് മിസ്റ്റർ ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒഴികെ മറ്റെല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയാത്തതായി കണക്കാക്കപ്പെടുന്ന ഇറാന്റെ ഭൂഗർഭ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ US പങ്കാളിത്തത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ US ചേർന്നാലും ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധ ശേഖരത്തിന്റെയും നിലനിൽപ്പിന്റെ ഭീഷണി ഇല്ലാതാക്കാൻ ഇറാനിലെ ഇസ്രയേലിന്റെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ജൂൺ 13-ന് ഇറാനെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് നെതന്യാഹു പറയുന്നു. ആദ്യ ദിവസം തന്നെ ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രവും നിരവധി ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ഇസ്രയേൽ ബോംബിട്ടു. ഇതുകൂടാതെ സായുധ സേനാ മേധാവി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഉന്നത ജനറൽമാരെയും വധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രം, ഇറാന്റെ കമാൻഡ് സെന്ററുകൾ, മിസൈൽ ലോഞ്ചറുകൾ, സിവിലിയൻ സ്ഥലങ്ങൾ, സ്റ്റേറ്റ് TVയുടെ ആസ്ഥാനം പോലും ഇസ്രയേൽ ബോംബിട്ടു. ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം ഇസ്രയേൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതികാരമായി ഇറാൻ 400ഓളം മിസൈലുകൾ വിക്ഷേപിച്ചു. ഹൈഫയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയും ടെൽ-അവീവിനടുത്തുള്ള മികച്ച ഗവേഷണ സ്ഥാപനവും ഉൾപ്പെടെ ഇസ്രയേലിലെ നിരവധി ലക്ഷ്യങ്ങൾ ഇറാനും ആക്രമിച്ചിട്ടുണ്ട്. ഇറാനിലെ ഇസ്ഫഹാനിൽ ഉൾപ്പെടെ നിരവധി ഇസ്രയേലി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്ക പങ്കുചേർന്നാൽ അത് എല്ലാവർക്കും വളരെ അപകടകരമായേക്കും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നു. ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനിലെ നതാൻസ് ആണവ കേന്ദ്രത്തിനുള്ളിൽ റേഡിയോളജിക്കൽ കെമിക്കൽ മലിനീകരണം മൂലമുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ നിലവിൽ സൈറ്റിന് പുറത്ത് ആണവ മലിനീകരണം സംഭവിച്ചിട്ടില്ല. ജൂൺ 13-ന് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാനിൽ കുറഞ്ഞത് 430 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 3500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാനിയൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇറാനിയൻ സർക്കാർ നടത്തുന്ന നൂർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനെ നിരീക്ഷിക്കുന്ന US ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇസ്രയേലി വ്യോമാക്രമണത്തിൽ ഇറാനിൽ 639 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരിൽ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്നു. ഇസ്രയേലിൽ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ 24 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലി അധികൃതർ അറിയിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.